ഡിബേറ്റ് കഴിഞ്ഞതിൻ്റെ പുറകെ ബിന്നി വന്നിട്ട് അനീഷിനെ കളിയാക്കി പറയാണ്, ആത്മസുഹൃത്തുള്ളത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടന്നു. ലാസ്റ്റ് ഡിബേറ്റ് ആയപ്പോൾ അനീഷ് ഏട്ടൻ എവിടെയെന്ന് പോലും നമ്മൾ തപ്പി നോക്കേണ്ട അവസ്ഥയായിരുന്നു. ഇടയ്ക്ക് ആ ഒരു ചുമന്ന ടീഷർട്ട് ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ബിന്നി പറയുന്നുണ്ട്. പക്ഷെ മിണ്ടുന്നില്ലായിരുന്നു. ഞാനും ഷാനവാസും സൗഹൃദം ഉണ്ടായിപ്പോയെന്തോ ഞങ്ങളുടേത് ആത്മാർത്ഥ സൗഹൃദം ആയിപ്പോയെന്നും അനീഷ് പറയുന്നുണ്ട്. ഇത് ഡിബേറ്റ് ആയപ്പോൾ നിങ്ങൾ പറയണമായിരുന്നെന്ന് ബിന്നി വീണ്ടും പറയുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥ സുഹൃത്ത് ആക്കി കഴിഞ്ഞു, ഇനി അത് മാറ്റാൻ പറ്റില്ല ബിന്നി, ഇനി അത് മാറ്റി പറയാൻ പറ്റുമോ? അനീഷ് ചോദിക്കുകയാണ്. സത്യം മാത്രം പറയുന്ന സത്യവാനെ ആ മുഖം ഒന്ന് കാണിച്ചേ, മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളത്തരം പറയരുത്. ഷാനവാസിനോട് ബിന്നി എന്നിട്ട് പറയുന്നുണ്ട്, ആ കോടന്നൂർ വീട്ടിൽ പോയിട്ട് അവിടെ പോയതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, കോടന്നൂർ വീടിൻ്റെ കാര്യം എന്തിനാണ് പറയുന്നത്? കോടന്നൂർ വീട്ടിൽ വരുന്ന കാര്യം പറയേണ്ടുന്ന കാര്യം ഇവിടെ ഇല്ലല്ലോ. അതെന്താ, ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ കോടന്നൂർ വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ? അങ്ങനെ കൊണ്ടുപോകാണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്ന് വീണ്ടും ബിന്നി ചോദിക്കുകയാണ് അനീഷിനോട്. ബിന്നി പറയുന്നുണ്ട്, ഡിബേറ്റേ കൊണ്ടുവന്ന് കളഞ്ഞു, ആ ടോപ്പിക്കേ ചൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ടോപ്പിക്കേ ചൂസ് ചെയ്തായിരുന്നു, ഇവരല്ലേ എല്ലാം തീരുമാനിക്കുന്നേ. അപ്പോൾ അനീഷ് വീണ്ടും പറയാണ്, എന്ത് ചെയ്യാനാ ബിന്നി, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തായിട്ട് മാറിക്കഴിഞ്ഞു, ഇനി അത് മാറ്റാൻ പറ്റത്തില്ല. ഡിബേറ്റിനല്ല, വേറെ എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞാലും അത് ഇനി മാറ്റാൻ പറ്റുമോ? വീണ്ടും ബിന്നി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ആത്മാർത്ഥ സുഹൃത്തിനെ എന്തുകൊണ്ടാണ് വീട്ടിൽ കയറ്റാത്തത്? ബിന്നിയുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനീഷ്.